ഞങ്ങൾക്കുണ്ടല്ലോ മീനൊന്നും ഇവിടെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങ് നിന്നപ്പോൾ ഞാൻ ഫിഷ് മാർക്കറ്റ് വരെ പോയേ. അപ്പോൾ ചന്തയിൽ പോയി ശകലം മീൻ മേടിക്കാമെന്ന് കണ്ട് ചെന്നപ്പോൾ ഉള്ളു അവിടെ മൊത്തം ഒത്തിരി വളർത്തുമീനൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആറ്റുമീനുണ്ട് കേട്ടോ. ആറ്റുമീൻ അത് ഞാൻ ചെറിയ മീനാണെങ്കിൽ നമുക്ക് ശരീരത്തിനൊക്കെ നല്ല ഗുണകരമായതുകൊണ്ട് ഞാൻ അത് മേടിച്ചുകൊണ്ട് പോന്നു. ഇനിയിപ്പോൾ ഇന്നലെ എനിക്ക് വെട്ടാൻ ഒട്ടും ടൈം കിട്ടിയില്ലേ. അപ്പം ഞാനതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ. ഇന്ന് ഞാൻ ശകലം വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒത്തിരി ഐസ് പിടിക്കത്തുമില്ല. ഇന്ന് ഞാൻ എല്ലാം കൂടെ വെട്ടാനെടുത്ത് അപ്പം ഞാൻ ഓരോന്ന് മാറ്റി വെച്ച് എന്നാൽ എളുപ്പത്തിൽ എനിക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയേ. അപ്പം നമ്മൾ മീൻ വെട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും തലയെല്ലാം വേറെ പാത്രത്തിലും അഴുക്കെല്ലാം വേറെ പാത്രത്തിൽ ചിലരെല്ലാം കൂടെ കൂട്ടിയിടുന്നതാണ് വെള്ളം ഒഴിച്ച് അങ്ങനെ ഇടരുത്. എല്ലാം നമ്മൾ സെപ്പറേറ്റ് നമുക്കുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് മീൻ വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിത് ഈ പള്ളത്തി മീൻ്റെ ഒക്കെ ഉണ്ടല്ലോ, പള്ളത്തി മീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത് കൊടുത്താൽ പിള്ളേർ ഇഷ്ടം പോലെ ചോറുണ്ണും. അപ്പോൾ അതിനോട് ഞാൻ മെനക്കെട്ടായാലും പള്ളത്തി വെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പള്ളത്തി നമ്മൾ വെട്ടുമ്പോഴല്ലോ പള്ളത്തിലെ തലയും കളഞ്ഞ് അകത്തെ സാധനം സിസർ കൊണ്ട് നമ്മൾ കുത്തിക്കളഞ്ഞ് രണ്ട് സൈഡും കട്ട് ചെയ്ത ശേഷം നമ്മൾ വാലും വെട്ടി വെച്ചാൽ മാത്രം മതി. അത് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെട്ടി നമ്മൾ ഇട്ട ശേഷം ഉണ്ടല്ലോ നമ്മൾ കല്ലുപ്പെടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് ഉരയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഈ പാറക്കല്ലുണ്ട് ആ കല്ലിലിട്ട് ഞാൻ ഉരക്കി ഇതുണ്ടോ ഉരയ്ക്കുകയോ ചെയ്താൽ മതി ഉണ്ടോ. അകമൊക്കെ നല്ല ക്ലീൻ. പിന്നെ അതിനകത്തുനിന്ന് വരെ എനിക്ക് നമുക്ക് നല്ല മീൻമുട്ട കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് തേച്ചാൽ മതി. കല്ലുപ്പിട്ട് തേക്കണം. പെട്ടെന്ന് 2-3 തേച്ച് കഴിയുമ്പോൾ നല്ല ക്ലീൻ ആകും. അഥവാ അതിന് അങ്ങനെ ആയില്ലെങ്കിൽ നമ്മളിത് ഇതുപോലെ ഒരു കല്ലിലിട്ടില്ലേ നമ്മളൊരു 2-3 ഒരുമിച്ച് വെച്ച് തേച്ചാൽ മതി. നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ ചെതുമ്പലും പോയി കിട്ടും. നമുക്ക് എളുപ്പത്തിൽ വെട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം വീട്ടിലാരും സഹായിക്കാനില്ലാത്തവരും അതുപോലെ വീട്ടിലാരും ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ എനിക്ക് ആരും സഹായിക്കാനൊന്നുമില്ല. ഞാൻ തന്നെയാണ് വീട്ടിൽ മീൻ വെട്ടുന്നതും എല്ലാം. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ മീൻ വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആറ്റുമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ സാധ്യതയോടെ ഞാൻ എപ്പോഴും ഉപ്പിട്ട് കീപ്പപ്പ് ചെയ്യും ഞാൻ. അതിനുശേഷം നമ്മൾ പള്ളത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പിള്ളേർക്ക് വറുത്ത് കൊടുക്കാൻ മാത്രമേ ടേസ്റ്റ്. വറുത്ത് നമുക്ക് ഒന്നെങ്കിൽ വറുത്ത് പൊടിക്കാം അല്ലെങ്കിൽ നമുക്ക് വറുത്ത് അതുപോലെ കഴിക്കുകയും ചെയ്യാം. അപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ എപ്പോഴും ഈ പള്ളത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ പള്ളത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് പള്ളത്തി വെട്ടി അത് ഉപ്പിട്ട് ഉണങ്ങും നന്നായിട്ട്. അകത്തെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം ഉണ്ടല്ലോ അവർ നന്നായിട്ട് ഉപ്പിട്ട് ഉണങ്ങുമായിരുന്നു. എന്നിട്ട് നല്ല സൂക്ഷിക്കും. ക്ലീൻ ആക്കിയെല്ലാം ശേഷമാണ് ചെയ്യുന്നത്. എന്നിട്ട് സൂക്ഷിച്ചിട്ട് മഴക്കാലം വരുമ്പോൾ ഉണ്ടല്ലോ അത് നമുക്ക് പിന്നീടുള്ള സമയങ്ങളിലൊക്കെ നമുക്കെടുത്ത് ടിന്നിനകത്തുനിന്ന് നമുക്കെടുത്ത് വറക്കാവുന്നതാണ്. ഇപ്പം പക്ഷേ എനിക്ക് ഇച്ചിരിയേ ഉള്ളൂ. അതാണ് അങ്ങനെയൊന്നും അങ്ങനെ സൂക്ഷിക്കാനൊന്നും ഇല്ല. പിന്നെ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി വെച്ചു. ശേഷം ഞാൻ ഇരുമ്പ് ഇനച്ചട്ടിക്കകത്ത് പിള്ളേർക്ക് വറുത്ത് കൊടുത്തു. വറുത്ത മണം കേട്ടപ്പോൾ തന്നെ പിള്ളേർ ചോറുണ്ണാൻ റെഡി.